ഹലോ നമസ്കാരം. ഞാൻ അടുത്ത വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ നമ്മൾ വിട്ടു, അടുത്ത കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നെന്തായാലും വലിയ ക്യാൻസലേഷൻ ഒന്നും കാണുന്നില്ല. എനിക്കത് ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല ക്യാൻസലേഷൻ കാണേണ്ടതാണ്. ബുക്ക് ചെയ്യും ക്യാൻസൽ ചെയ്യും പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ദിവസത്തിൻ്റെ ഓരോ പ്രത്യേകതകളാണ്. ഇപ്പം നോർമൽ ദിവസമാണെങ്കിൽ ഇപ്പം കുറേ ക്യാൻസലേഷൻ കിട്ടണ്ടായിരുന്നു. എന്തായാലും ക്യാൻസലേഷൻ കുറവാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും പയ്യെ എണീറ്റ് പോയാൽ മതിയല്ലോ ആവശ്യങ്ങൾക്കൊക്കെ. ഒരു അവധി ദിവസമൊക്കെ ആകുമ്പോൾ ഉറക്കവും ആണല്ലോ. അതെ, സിഗ്നലാണ്, ഒരുപാട് സിഗ്നലുകളാണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഇത്. എല്ലായിടത്തും അതായത് ഈ സിറ്റിക്കുള്ളിൽ തന്നെ ഒരുപാട് സിഗ്നൽസ് ഉണ്ട്. സിറ്റി വിട്ട് 6 കിലോമീറ്റർ വിട്ട് പോയി കഴിഞ്ഞാൽ, 6-7-8 കിലോമീറ്റർ വിട്ട് പോയി കഴിഞ്ഞാൽ സിഗ്നൽ കുറവാണ്. പിന്നെ എല്ലാം 80-100 റോഡൊക്കെ ആയിരിക്കും. ഈ 10-15 കിലോമീറ്റർ ഉള്ളിൽ കൂടുതലും ഈ പറഞ്ഞ സിഗ്നലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഈ സ്ഥലം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ ഹൈവേകളും 100 റോഡും 110-120 റോഡൊക്കെയാണ്. അങ്ങനെ ഇരിക്കുന്നു ഇവിടുത്തെ ഒരു കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. ബോറിംഗ് ആണെങ്കിൽ പറയണം. ഇതൊരു വലിയ റൗണ്ട് അബൌട്ട്, 5 എക്സിറ്റ് ഉള്ള റൗണ്ട് അബൌട്ടാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. അത് എപ്പോഴും കെയർ ചെയ്ത് വേണം ഈ ഭാഗത്ത് നമ്മൾ വണ്ടി ഓടിക്കാൻ. എപ്പോഴും ഹോണടി കേൾക്കുന്നൊരു ഭാഗമാണ് ഈ 5 എക്സിറ്റൊക്കെ ഉള്ളിടത്ത്. എനിക്കും ആദ്യമൊക്കെ ഒരുപാട് ഹോണടി കേട്ടിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് നമുക്ക് കേരളത്തിലെ ആ ഒരു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇത് എക്സ്പീരിയൻസ് ഉള്ളല്ലോ. അങ്ങനെ വലിയ ഇതില്ലെങ്കിൽ തന്നെ അങ്ങനെ വന്ന സമയത്തൊക്കെ ഹോണടി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറേ ഹോണടി കേട്ടിട്ടുണ്ട്, നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവത്തില്ല. ചില റോഡുകളെ, ചില ലൈൻസുകളെ അതൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. പക്ഷെ ആദ്യമൊന്നും നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ള സിഗ്നലും കാര്യങ്ങളെല്ലാം നോർമലായിട്ടുള്ളത് തന്നെ. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. എനിക്കൊന്ന് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. സാറിന് ഇങ്ങോട്ടുള്ള ഓട്ടം കൂടുതലും യൂണിവേഴ്സിറ്റി സൈഡിലാണ്. ഇവിടെ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അറിയപ്പെടുന്ന ലാട്രോബ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. അവിടെ ഒരുപാട് സ്റ്റുഡൻസുകൾ പഠിക്കുന്നുണ്ട്. അപ്പം അവരെ വീക്കെൻഡ് ആയിട്ട് ചിലപ്പം അവരുടെ റൂമുകളിൽ പോവുകയോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോവുകയൊക്കെ ചെയ്യും. അപ്പം അവരിപ്പോൾ അങ്ങനെയുള്ള അതാണെന്ന് തോന്നുന്നു. സാർ നമുക്ക് ഇവിടുന്ന് അങ്ങനെ കിട്ടുന്നുണ്ട് ഓട്ടം. നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഓട്ടം കിട്ടുന്നതാണ് ഈ ഭാഗത്തുനിന്ന്. ലാട്രോബ് യൂണിവേഴ്സിറ്റി ഒരുപാട് വേറെ പല രാജ്യത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്.
അറിയപ്പെടുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. ഫുള്ള് അറബ് കൺട്രിയിലെ കുട്ടികളോട് പഠിക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കുട്ടികൾ, ഇന്ത്യയിലെ സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ മിക്സഡാണ്, എല്ലാ രാജ്യത്തെയുള്ള സ്റ്റുഡൻസ് ഉള്ള ഒരു കോളേജാണ്, യൂണിവേഴ്സിറ്റിയാണിത്. അതെ, അവിടെ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്. സ്ഥിരമായിട്ടല്ല, വല്ലപ്പോഴും കോട്ടയം കിട്ടുന്നതാണ്. ഈ ഭാഗത്ത് വന്നാൽ ഈ യൂണിവേഴ്സിറ്റി ഉള്ളു ഇവിടെ, മെയിനായിട്ട് യൂണിവേഴ്സിറ്റി. പിന്നെ സ്കൂളുണ്ട്. സ്കൂളിൽ ഓട്ടം ചിലപ്പം ചില കുട്ടികൾക്ക് ലേറ്റ് ആവാതെ, ബസ്സൊക്കെ മിസ്സാവാതെ ചിലപ്പം അവർ ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. വലിയ കോമ്പൗണ്ടാണ്. ഇവിടെ ഒരു 3 എക്സിറ്റ് ഉള്ള ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട് ഇവിടെ. പിന്നെ എപ്പോഴും ബസ് സർവീസ് ഉണ്ട്, എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള ബസ് സർവീസ് ഉണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ട ഭാഗത്തൊക്കെ ബസ് കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും ബസ് സർവീസ് ഉള്ളൊരു ഏരിയയാണിത്. ഇത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഏരിയ. ഗേറ്റ് നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ ഒരുപാട് ഗേറ്റ് നമ്പർ ഉണ്ട്. അപ്പം ഞാനെനിക്ക് കസ്റ്റമർ എടുക്കട്ടെ. എനിക്ക് തോന്നുന്നു അവരിവിടാണ് വെയിറ്റ് ചെയ്യുന്നത്. ചിലവർ ഗേറ്റ് നമ്പർ നമുക്ക് തരും, ഇന്ന ഗേറ്റ് എന്ന് പറയും. ചിലവർ ജസ്റ്റ് ഒരു അഡ്രസ്സ് മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും ഇവിടാൻ തോന്നുന്നു. നാവിഗേഷൻ കാണിക്കുന്ന ഈ ഭാഗത്താണ്. നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു പെട്ടെന്ന് വരുമായിരിക്കും, പക്ഷേ നോക്കാം എന്തായാലും. എന്തായാലും ഞാൻ ഈ കസ്റ്റമർ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, അവർ വരുന്നുണ്ട് കേട്ടോ, അവർ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും മൈനസ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും ബോറിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു.